ഇത്രയും ബ്ലോക്കിനിടയിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചാവക്കാട് ബീച്ച് എത്തിയിട്ടോ. കടപ്പുറത്തേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് ഒരു പൂരത്തിനുള്ള ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഓഹോ ബീച്ചിൽ പോയ അതേ ത്രില്ലിലാണ് ആരാധി ഓടിക്കൊണ്ടിരിക്കുന്നത്. മീനിന്റെ വലിയ ഫാനാണ് എൻ്റെ കൂടെയുള്ള ആള്. അതുകൊണ്ട് തന്നെ മീനൊക്കെ ഇതേ പിടിച്ചെടുത്തോന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിക്കാൻ നിർബന്ധിക്കുകയാണ് എൻ്റെ ചേട്ടൻ കേട്ടോ. നമ്മളെത്തിയപ്പോൾ സൂര്യൻ്റെ കൂടാണയാളുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മൾ ഇത്തിരി ലേറ്റ് ആയി പോയി. ഈ ബ്ലോഗൊക്കെ കടന്നു വരുമ്പോഴത്തേനും സൂര്യന്റെ വഴിക്ക് പോയി തുടങ്ങി. സൂര്യൻ പോയാൽ എന്താമ്മേ, കടൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് മക്കൾ രണ്ടും. നമുക്ക് മുന്നേ എത്തിയവരൊക്കെ ബാൽക്കണിയിലും സ്ക്രീനിനടുത്തൊക്കെ ആയിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാളും ചെരുപ്പഴിക്കാനുള്ള അനുവാദം കിട്ടാൻ കാത്തു നിന്നായിരുന്നാണ് കേട്ടോ. അനുവാദം കിട്ടിയപ്പോൾ ചെരുപ്പഴിക്കുന്നത് വന്നത് കടലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനെ ഒരേ ഫ്രെയിമിൽ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ഫ്രെയിമിൽ ഞാൻ രണ്ടുപേരും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേടിയുണ്ട്, എന്നാൽ കടലിൽ കുളിക്കുകയും വേണം. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഇതേ ഫീൽ തന്നെ ആയിരിക്കും. പക്ഷെ കടൽ കണ്ടാൽ കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും പറഞ്ഞു വരുമ്പോഴത്തേനും സൂര്യനെ പാതി കാണാതായിട്ടോ. ഇവരീ നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ മുന്നിൽ വരുന്നത് ഏതോ ഇവരെ പെറ്റാന്ന് തോന്നും. വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ. ഒട്ടുമിക്ക ബാലഗോപാലന്മാരും അവിടെ ചെട്ടിപ്പുറത്തായിരുന്നേ. ഇവന്റെ പേര് എഴുതാൻ പഠിച്ച പിന്നെ ഇവനെ എവിടെ പോയാലും ഇവന്റെ പേര് എഴുതി മെയിൻ ആവണം കേട്ടോ. പക്ഷെ കടലമ്മ ഇങ്ങനെ സമ്മതിക്കും തോന്നുന്നില്ല. അങ്ങനെ പോകുമ്പോൾ